എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നന്നായി പഴുത്ത ചക്കപ്പഴവും വഴനയിലയും കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് കുമ്പിളപ്പം. 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്. കുമ്പിളപ്പം തയ്യാറാക്കുന്നതിനായി നല്ല പഴുത്ത ചക്കച്ചുളകൾ നമുക്ക് എടുക്കാം. ചക്കച്ചുളയും ചക്കക്കുരുവും നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ 250 ഗ്രാം ശർക്കര ചിരകിയത് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ശർക്കര പാനിയാക്കി ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആവശ്യത്തിന് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യും ചക്കപ്പഴവും നന്നായിട്ട് ചേർത്ത് ഇളക്കി ചക്കപ്പഴം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ചക്കപ്പഴം അടുപ്പത്ത് നിന്നിറക്കാം. നമ്മളിവിടെ 500 ഗ്രാം ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വഴറ്റി വെച്ച ചക്കപ്പഴം ചൂടാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 250 ഗ്രാം അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉപയോഗിച്ച് ചക്കപ്പഴവും അരിപ്പൊടിയും നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ശർക്കര പാനി നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് വേണം മാവ് കുഴയ്ക്കാൻ. കൂടാതെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വഴനയിലയാണ്. എടന, വയന എന്ന പേരുകളിലൊക്കെ ഈ ഇല അറിയപ്പെടും. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വഴനയില ഉപയോഗിച്ച് കുമ്പിള് തയ്യാറാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടിൽ വെച്ച് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ്. നല്ല സുഗന്ധവും സ്വാദും പ്രദാനം ചെയ്യുന്ന ഒരു ഇലയാണ് വഴനയില. അതുകൊണ്ട് തന്നെ വഴനയില പൊതിഞ്ഞ് നമ്മുടെ ചക്കപ്പഴം വെന്ത് വരുമ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പിളപ്പം തയ്യാറാകും. വഴനയില കിട്ടാൻ പ്രയാസമുള്ളവരാണെങ്കിൽ കുമ്പിളപ്പത്തിനുള്ള മാവ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം 2 ഏലക്കായും ചുക്കും 1 നുള്ള് നല്ല ജീരകവും കൂടെ പൊടിച്ച് ചേർത്താൽ മതിയാവും. വാഴയിലയോ വട്ടയിലയോ പൂവരശിലയോ ഒക്കെ നമുക്ക് കുമ്പിളപ്പത്തിനായി ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം തയ്യാറായിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് നമ്മുടെ കുമ്പിളപ്പം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. പുതിയൊരു വിഭവമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.